ചെപ്പോക്ക് ദുരന്തത്തിൻ്റെ കാരണക്കാരാരാണ് എന്ന് തിരഞ്ഞു പോയാൽ അതൊരു അന്തമില്ലാതെ എങ്ങനെ തുടരുന്ന അവസ്ഥയായിരിക്കും. ഓപ്പണർമാരാണോ കാരണക്കാരെന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറയേണ്ടി വരും. പിന്നാലെ വന്ന മിഡിൽ ഓർഡർ ബാറ്റർമാരോ അവരും അതിന് കാരണക്കാരാണ്. ശിവൻദീപ് 31 റൺസ് അടിച്ചു. പക്ഷേ അവസാനമൊക്കെ എന്താ ചെയ്യുന്നത്? നൂർ അഹമ്മദിന് സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് കൊടുക്കുന്നു. ദീപക് ഹൂഡ ഇമ്പാക്റ്റ് സബാണത്രേ. എന്ത് ഇമ്പാക്റ്റ്! വിജയ് ശങ്കർ ലഭിച്ച അവസരങ്ങൾ സിമ്പിൾ ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത് അവിടെ ദാനം കിട്ടിയ ലൈഫും കൊണ്ട് നിന്നതാണ്. എന്നിട്ട് എന്താണ് കാട്ടിയത്? 21 പന്തിൽ നിന്ന് 29. എം എസ് ഡി ഔട്ടാണോ അല്ലയോ അത് തർക്കം ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ അദ്ദേഹം എന്തിനാണ് കഴിഞ്ഞ കളിയിൽ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടും ഏറ്റവും താഴേക്ക് പോയിട്ട് 9ാമനായിട്ട് ഇറങ്ങാൻ പോയത്? അപ്പോൾ ചെപ്പോക്ക് ദുരന്തത്തിൻ്റെ കാരണക്കാരെ നമ്മൾ തിരഞ്ഞു പോയാൽ എല്ലാവരെയും ടീമിനെ ഒന്നടങ്കം പറയേണ്ടി വരും എന്നുള്ളതാണ് സി എസ് കെയുടെ ഒരവസ്ഥ. ഇപ്പോൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് തുടർച്ചയായ 3 മത്സരങ്ങൾ ചെപ്പോക്കിൽ സി എസ് കെ തോൽക്കുന്നത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് തുടർച്ചയായ 5 മത്സരങ്ങൾ, ചെപ്പോക്കിലെന്നല്ല, തുടർച്ചയായ 5 മത്സരങ്ങൾ എല്ലായിടത്തും കൂടി നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് സി എസ് കെ തോൽക്കുന്നത്. 103 ചെപ്പോക്കിലെ സി എസ് കെയുടെ ഏറ്റവും ലോവസ്റ്റ് സ്കോറാണ്. ചരിത്രമല്ലേ ചരിത്രം, പക്ഷേ നാണക്കേടിൻ്റെ ചരിത്രമായി പോയി എന്ന് മാത്രം. സി എസ് കെയുടെ ഈ ടീം കാണുമ്പോൾ ഈ സീസണിൽ ഇനി എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? സി എസ് കെ ആരാധകരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ.